മാറ്റങ്ങളൊന്ന് മാത്രമാണ് മാറാത്തത്, അല്ലേ? മാറ്റങ്ങളൊന്ന് മാത്രമാണ് മാറാത്തത്. അതുകൊണ്ട് തന്നെ അപ്ഗ്രഡേഷൻ തീർച്ചയായിട്ടും അത് അവരുടെ ഓരോ ഐറ്റത്തിലും നമുക്കത് കാണാനായിട്ട് കഴിയും. അതിൻ്റെ രീതിക്കായിട്ട് തന്നെ നമ്മൾ ഏറ്റെടുക്കണം എന്നുള്ളത് തന്നെയാണ്. ഈ ബാസിന്റെ വീട്ടിൽ ചോറ് ചോദിക്കുന്നത് എങ്ങനെയാ? അമ്മ എടുത്ത് അല്ലെങ്കിൽ ഭാര്യ എടുത്തൊക്കെ അല്പം ചോറുതാണ്. നമ്മളുടെ ഈ സംസാര വിഷയത്തിൽ ഇങ്ങനെയുള്ള ഈ മെസ്സേജുകളൊക്കെ കൊടുക്കാനായിട്ട് കൊടുക്കുന്ന വെഹിക്കിളായിട്ട് തന്നെയാണ് ഈ മോഡുലേഷൻ. അത് കൊണ്ട് ചെന്നെത്തിച്ചിട്ടുണ്ട്. അതിൽ ഫലം കണ്ടുകൊണ്ട് തന്നെയാണ് ഇരിക്കുന്നത്. പക്ഷെ അത് ഈ വ്യക്തിപരമായിട്ട് പിന്നെ ഈ ശബ്ദത്തിൽ ഇത് മാറാൻ ബുദ്ധിമുട്ടുണ്ടാവുന്നുണ്ടോ എപ്പോഴെങ്കിലും? സത്യം പറയുകയാണെങ്കിൽ ചില നിമിഷങ്ങളിൽ. പക്ഷെ അത് എനിക്ക് സങ്കടം തരുന്നില്ല. എല്ലാവരുടെയും അതിനായിട്ടുള്ളൊരു അംഗീകാരം തന്നെയാണ്. സാധാരണഗതിയിൽ ഈ 13ാമത്തെ വയസ്സ് മുതൽ കാക്കി കുപ്പായം കണ്ട ഒരു സിനിമ മനസ്സിൽ തോന്നിച്ച ഒരു പ്രണയം, when the passion become the profession now, sir. ഇന്ന് ആ കാക്കി അണിഞ്ഞുള്ള ജീവിതത്തിൻ്റെ 18ാമത്തെ വർഷത്തിലേക്ക് ചുവടെടുത്ത് വെക്കുമ്പോൾ ഞാൻ ഒരു ആഗ്രഹം, ഒരു പ്രതീക്ഷ എൻ്റെ മനസ്സിലുണ്ട്. ഈ ഓണക്കാലത്ത് തന്നെ എനിക്കതൊന്ന് പറയാൻ അതിനുള്ള സമയം തീർച്ചയായിട്ടും ഞങ്ങളുടെ ഡിപ്പാർട്ട്മെൻ്റ് ആണെങ്കിലും സർക്കാരാണെങ്കിലും കേരള പോലീസ് വകുപ്പും കേരള എക്സൈസ് വകുപ്പും ഈ ഓണത്തിനും ഒരു 4-5 വർഷമായി നേരിടുന്ന ഒരു വലിയ ചലഞ്ചുണ്ട്. ആ ഒരു സ്വപ്നം തന്നെയാണ് മുൻനിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്നത്. ലഹരിമുക്ത നവകേരളം. 2 ദിവസം മുൻപും ഈ കുഞ്ഞു പ്രായത്തിലുള്ള കുഞ്ഞു മക്കളെ കൊണ്ട് ചെന്ന് ഈ സൈക്കോട്രോപിക് സബ്സ്റ്റൻസിൻ്റെ കേസിൽ ചെന്നടയ്ക്കുമ്പോൾ ഉണ്ടാവുന്നൊരു വേദനയുണ്ട് സർ. അതിന് എനിക്ക് ന്യൂ ജനറേഷനെ മിസ്സായി എന്ന് ഞാൻ ഫീൽ ചെയ്യുന്നൊരു കാര്യം, എൻ്റെ കുഞ്ഞു മക്കൾക്ക് വേണ്ടി ഈ ഏറ്റവും കൂടുതൽ പ്രേക്ഷക ഖ്യാതിയുള്ള റിപ്പോർട്ടർ ചാനലിൻ്റെ ഈ പ്ലാറ്റ്ഫോമിൽ വച്ച് അരുൺജിയുടെ ഈ ഒരു ആങ്കറിങ്ങിൽ വച്ചുകൊണ്ട് തന്നെ എനിക്കത് പറയണം. ആ മെസ്സേജ് മക്കളെ, എല്ലാ കുഞ്ഞുമക്കളും അറിയണം, നഷ്ടപ്പെട്ടാൽ നമുക്ക് ഒരിക്കലും തിരിച്ചു കിട്ടാത്ത 3 കാര്യങ്ങളാണ് നമ്മുടെ ജീവിതത്തിലുള്ളത്. ഒന്ന് നമ്മുടെ അമ്മയാണ്. അമ്മ എന്ന വ്യക്തി നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അമ്മ തരുന്ന സ്നേഹമോ ലാളനയോ വാത്സല്യമോ ഒരിക്കലും നമുക്ക് തിരിച്ചു കിട്ടില്ല. അതേപോലെ തന്നെയാണ് അച്ഛൻ. അച്ഛൻ എന്ന വ്യക്തി നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അച്ഛൻ തരുന്ന ഒരു കരുതൽ, കാവൽ, ഇതൊന്നും തന്നെ നമുക്ക് തിരിച്ചു കിട്ടില്ല. 3ാമതായി ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമെന്ന് ഞാൻ പറയുന്നത് ഈ തലമുറയ്ക്ക് സമയം. ദ മൊമെൻറ്റ്. ദിസ് മൊമെൻറ്റ് ഈസ് നോട്ട് പെർമനൻറ്റ്. ഒരിക്കലും നമുക്ക് എത്ര വലിയ കോടീശ്വരൻ വിചാരിച്ചാലും നമുക്കത് റീക്രിയേറ്റ് ചെയ്യാൻ കഴിയില്ല. തീർച്ചയായും എനിക്കൊരു വിശ്വാസം, നമ്മൾ തോറ്റ ജനതയല്ല. അതുകൊണ്ട് തന്നെ എല്ലാ കുഞ്ഞു മക്കളും അച്ഛനമ്മയെ, കുടുംബത്തെ ലഹരിയാക്കി വെച്ചുകൊണ്ട് ഈ കാണുന്ന സന്തോഷം എന്നും നിലനിർത്തിക്കൊണ്ട് പോകണമെന്ന് മാത്രമല്ല, അതിനകത്ത് ബാസിദ് കൺവേ ചെയ്ത മെസ്സേജ് വളരെ പ്രധാനപ്പെട്ടതാണ്. അതെല്ലാ തലമുറയ്ക്കും സൂക്ഷിച്ചു വെക്കാൻ പറ്റുന്നൊരു മെസ്സേജാണ്. പ്രത്യേകിച്ച് എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഒരു മെസ്സേജ് കാരിയറാണ് ഈ ശബ്ദം എന്ന് പറയുന്നത്.